ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പുനരധിവാസം ഇനി എങ്ങനെ എന്നതിനാണ് ഏറെ കരുതലോടെ നാം കാത്തിരിക്കുന്നത്. മഹാദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. പരിക്കേറ്റവർക്കുള്ള ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ വീണ്ടും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഉടൻ വാടക വീടുകളിലേക്ക് മാറ്റും. ഓരോ കുടുംബങ്ങൾക്കും പ്രതിമാസം 6000 രൂപ വീതം നൽകും. പുനർനിർമ്മാണത്തിലേക്ക് പൂർണ്ണമായും കടക്കണമെങ്കിൽ അതിന് കേന്ദ്ര സഹായം കൂടി വേണം. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കാത്തിരിക്കുകയാണ് വയനാടിനൊപ്പം കേരളവും. ഇന്ന് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ മന്ത്രി OR കേളു, റവന്യൂ മന്ത്രി K രാജൻ, റജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ജിയോളജിസ്റ്റായ ഡോക്ടർ KS സജിൻ കുമാർ എന്നിവരാണ്. അതിഥികളിലേക്ക് വരും മുമ്പ് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ജോസൽ സെബാസ്റ്റ്യൻ വയനാട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. ജോസൽ, ഇന്നത്തെ തെരച്ചിലൊപ്പം തന്നെ ഈ വയനാട് പാക്കേജിന്റെ പ്രഖ്യാപനം ഇതൊക്കെയും നമ്മൾ ഇന്ന് കണ്ടിരുന്നു. ഏത് നിലയിലാണ് ഇന്നത്തെ തെരച്ചിൽ പുരോഗമിച്ചത്? ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രഖ്യാപനം എത്ര ആശ്വാസത്തോടു കൂടിയാണ് വയനാട് കേൾക്കുന്നത്? അസിത, അതിജീവനമെന്ന ശക്തമായ പ്രവർത്തനത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. അതുപോലെ തന്നെ അതിജീവനമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ അതിജീവിതരും കൂടുതൽ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും നിലവിൽ സന്നദ്ധ പ്രവർത്തകരുടെയും സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിലുള്ള സന്ദർശനവും ഇന്ന് ഈ ദുരന്ത മേഖലയിൽ നടക്കുകയുണ്ടായി. മന്ത്രി K രാജൻ, അതുപോലെ തന്നെ OR കേളു, അതുപോലെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് വയനാട് കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മന്ത്രി K രാജൻ അടക്കമുള്ള മന്ത്രിമാർ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ അതിജീവനത്തിലേക്കാണ് സർക്കാർ കൂടുതലായി ശ്രദ്ധ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്ത മേഖലയിലെ ആളുകൾക്ക് വിവിധ വാടക വീടുകൾ എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ 5 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലുമായി ഇന്ന് ഈ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്ന് ശക്തമായ തെരച്ചിൽ തന്നെ ഈ വാടക വീടുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമായിട്ട് മന്ത്രി വിശദീകരിച്ചത് ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഈ ദുരന്ത ബാധിതർക്ക് സർക്കാർ തരത്തിലുള്ള സഹായം ലഭിക്കണമെങ്കിൽ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വിവിധ രേഖകൾ സമർപ്പിച്ച നീണ്ട കാലതാമസം വരുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ആളുകൾക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ട എന്നൊരു തീരുമാനം മന്ത്രിസഭാ യോഗം തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ DNA ടെസ്റ്റിനായിട്ട് 420 ശരീരഭാഗങ്ങളാണ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രോസ് മാച്ചിനും മറ്റുമായിട്ട് 115 രക്തസാമ്പിളുകളും DNA ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ക്യാമ്പുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 17 ക്യാമ്പുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അത് 10 ക്യാമ്പുകളായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ 1350 പേരാണ് ഇപ്പോൾ നിലവിൽ താമസക്കാരായിട്ട് ഉള്ളത്. അത് 495 കുടുംബങ്ങളിൽ നിന്നായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് മന്ത്രി K രാജൻ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലയിൽ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. കാരണം ഈ പല പ്രദേശങ്ങളിലും ഇപ്പോഴും അപകട സാധ്യത ഉള്ള പ്രദേശങ്ങളാണ്. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി, അതുപോലെ തന്നെ ഇന്നും ഉച്ച കഴിഞ്ഞ കനത്ത മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഈ കനത്ത മഴയും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഈ സന്ദർശനത്തിനായി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ അപകടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് മന്ത്രി K രാജൻ ഇന്ന് വളരെ വ്യക്തമായി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ ടീമും മാത്രമേ ഇത്തരം മേഖലയിലേക്ക്, ഈ ദുരന്ത മേഖലയിലേക്ക് കടന്നു ചെല്ലാവൂ എന്നുള്ളതാണ് മന്ത്രി K രാജൻ വളരെ വ്യക്തമായി ഇന്ന് പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മനുഷ്യരെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ ഈ മേഖലയിൽ എത്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രത്യേക സെൻ്ററുകൾ ആരംഭിക്കാനും എല്ലാം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നിലവിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി.
ഉണ്ടായി. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ചുറ്റുവട്ടത്തുള്ള 5 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായിട്ടാണ് ഇത്തരത്തിലുള്ള വാടക വീടുകൾ കണ്ടെത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ വാടക വീടുകളിലേക്ക് മാറണം എന്നുള്ള ഒരു നിർബന്ധവും സർക്കാർ വെക്കുന്നില്ല. നിലവിൽ ബന്ധു വീടുകളിലേക്ക് മാറാനാണ് താല്പര്യമെങ്കിൽ ആ ബന്ധു വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും സർക്കാർ നിശ്ചയിച്ച 6000 രൂപ വീതം വാടക അവർക്കും നൽകും എന്ന് അതിലൊരാശങ്കയും വേണ്ട അല്ലെങ്കിൽ എന്നുള്ള കാര്യം കൃത്യമായി ഇന്ന് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളെ അത്തരത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ബന്ധു വീടുകളിലേക്കും അതുപോലെ തന്നെ സ്വയം വാടക വീടുകൾ കണ്ടെടുത്ത് മാറുന്നതിനുമുള്ള തീരുമാനം ഈ ദുരന്തബാധിതർക്ക് എടുക്കാം. തുടരുക. ഞാൻ ചർച്ച പുരോഗമിക്കുന്നതിനനുസരിച്ച് ജോസലിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇനിയിപ്പോൾ അതിജീവനം, പുനരധിവാസം വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. സർക്കാരിൻ്റെ പാക്കേജുകളുടെ പ്രഖ്യാപനമൊക്കെ നമ്മൾ കേട്ടു ഇന്ന്. പക്ഷേ അതിന് പ്രാവർത്തികമാകേണ്ടതുണ്ട്. ഈ ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര വേഗം അതിന് സാധ്യമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഒരു സംശയവുമില്ല. കേരളം 2014 ശേഷം നമ്മൾ നേരിട്ടിട്ടുള്ള, പ്രത്യേകിച്ച് LDF സർക്കാർ വന്നതിന് ശേഷം നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും, ഇപ്പോൾ പ്രളയമാണെങ്കിലും 2 പ്രളയമാണെങ്കിലും ഓക്കെ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഒക്കെ ഈ ഗവൺമെന്റ് നേരിട്ടൊരു രീതിയുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ മാതൃക, രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുമ്പ് മാതൃകയാണ്. ലോകത്തെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോഴത്തെ ഈ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ ശിരൂരിൽ നമ്മുടെ ഒരു മലയാളി യുവാവ് ലോറി സഹിതം കാണാതായിട്ടൊരു പ്രകൃതി ദുരന്തത്തിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ എത്തിച്ചേരാനുള്ള നാഷണൽ ഹൈവേ പോലും ഉണ്ടായിട്ട് പോലും ഇന്ന് ഈ നിമിഷം വരെ കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തിന് 6-ാം ദിവസം ഷിരിലെത്തിയ പട്ടാളം, പക്ഷേ വയനാട്ടിലെത്തിയത് ദ വെരി ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ പട്ടാളം അവിടെ ഇറങ്ങി, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോടെ ഇറങ്ങി, മറ്റെല്ലാ യുവജന പ്രസ്ഥാനങ്ങളും നാട്ടുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മുടെ മന്ത്രിസഭയുടെ തന്നെ ഏതാണ്ട് ഒരു സമയം ഒരാഴ്ചക്കാലത്തോടെ 9 മന്ത്രിമാരുടെ ക്യാമ്പ് ചെയ്തു. ദുർഘടമായ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ മുഴുവനും മനസ്സിൽ അവരെ ഒത്തുചേർത്തുകൊണ്ട് ഇത്രയധികം ദുരന്തം ഉണ്ടായെടുത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി സർക്കാർ ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ ഏതാണ്ട് 100-400ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഷോപ്പിംഗ് സെന്റേഴ്സ് സഹിതം ലോകത്തിന് മാതൃകയായിട്ടുണ്ടെന്ന് അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്നുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയവരെയൊന്നും ഈ ലോക മലയാളികൾ കണക്കിലെടുക്കാതെ കൊണ്ട് തന്നെ ഇപ്പോൾ 110 കോടി രൂപയോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ജനങ്ങളെ എല്ലാ ഘട്ടങ്ങളിലും ചേർത്ത് പിടിച്ച സർക്കാർ എന്നുള്ള നിലയ്ക്കും അത് അതിവേഗം തന്നെ പൂർത്തിയിരിക്കുന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജനങ്ങൾ കൈരളിയൊക്കെ കണ്ട ജനങ്ങൾ കണ്ണീര് ഒഴുകിയ ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശശിധരൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഹൃദയം പൊട്ടി അദ്ദേഹം കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞ ആ മറുപടി വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരമാണ് ആ സഹോദരങ്ങളോട് പ്രകടിപ്പിച്ചത്. അപ്പോൾ ഈ സർക്കാർ അതിനോടൊപ്പം തന്നെയാണ്. മന്ത്രി കെ രാജൻ, മുഹമ്മദ് റിയാസ്, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, VN വാസവനെ പോലുള്ളവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് ഈ ചെടിയിലൊക്കെ അവർ നടന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വയനാട്ടുകാർ മാത്രമല്ല ലോകത്തിലെ മലയാളി സമൂഹം മുഴുവനും സഹായിക്കുകയാണ്. അതുപോരാ, നമുക്ക് റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ എത്രയും വേഗം വേണം. ഇനി മറ്റൊരു കാര്യം, ഈ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ്? ഈ സർക്കാരിനെ സംബന്ധിച്ചോളം അവർ ഒരു ക്യാമ്പുകളുടെ എണ്ണം 10 കുറഞ്ഞു, 1500ഓളം ആളുകളായിട്ട് ചുരുങ്ങി കഴിഞ്ഞു. പക്ഷേ അവരെ ക്യാമ്പുകളിൽ താമസിപ്പിക്കാൻ പാടില്ല. സ്വന്തം വീടുകളും സ്വന്തം കൃഷിയിടങ്ങളോടും കൂടി സ്വപ്നതുല്യമായിട്ടുള്ള നാളുകളെക്കുറിച്ച് പ്രതീക്ഷിച്ച ആ മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് നിരാലംബരായി മാറി. അവരുടെ കൂടപ്പുറപ്പുകളും സഹയാത്രികരും ഒക്കെ ആയിട്ടുള്ള സഹപാഠികളും സ്നേഹിതരൊക്കെ ആയിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് 150 ആളുകളെ കാണാതായി. അതിൽ 500ഓളം ബോഡികൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവരെ ഇനി ക്യാമ്പുകളിൽ താമസിപ്പിക്കാതെ കണ്ട് അവർക്കൊരു സ്വതന്ത്രമായ ജീവിത രീതിയിൽ ഇതിനു മുമ്പ് ആസ്വദിച്ചതുപോലെ വാടക വീടുകളിലേക്ക് നൽകാനുള്ള പണം സർക്കാർ നൽകുന്നു. 6 ലക്ഷം രൂപ അടിയന്തരമായിട്ട് അവർക്ക് കൈമാറാൻ പോകുന്നു. എന്നാൽ നമുക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് അവിടെ നിരീക്ഷണം നടത്തി ഈ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു, ഹോസ്പിറ്റലിലൊക്കെ പോയി കേരളത്തിനെ അദ്ദേഹം ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് നടത്തിയ മിനി കോൺഫറൻസിൽ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായങ്ങൾ ചെയ്യും, ഒരു ഡീറ്റെയിൽ മെമ്മോറാണ്ടം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അടിയന്തരമായി കേരളത്തിൽ ലഭിക്കേണ്ട ഒരു സഹായം ഉണ്ടല്ലോ, അടിയന്തരമായിട്ട്. കാരണം
ഈ നാട്ടിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാ. പക്ഷെ ഇത്രയും ദിവസമായിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ മറുപടി വരാത്തത് വളരെ വളരെ ദുഃഖാർത്ഥമായ സംഭവമാണ്. തീർച്ചയായും ശ്രീ റജി ലൂക്കോസ് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരികയും ചെയ്യാം. ഞാനിപ്പോൾ ശ്രീ കെ എസ് സജിൻ കുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സജിൻ കുമാർ, നമ്മൾ ഇവിടെ ഇപ്പോൾ പുനരധിവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. പല ആളുകളും ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് വയനാടിന്റെ ഈ മേഖലകളിലൊന്നും ഇനി ആളുകളെ താമസിപ്പിക്കുക എന്നുള്ളത് അത് പ്രായോഗികമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഭയങ്കര റിസ്ക് ആണ് എന്നുള്ള നിലയിലാണ്. പക്ഷെ നോക്കൂ, ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് അത് നമ്മൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടമൊക്കെ കടന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലീവ് വിത്ത് കൊറോണ എന്നൊരു ആശയത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പല മേഖലകളും ഇതിന് മുൻപ് വർഷങ്ങളായ ആളുകൾ താമസിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു ദുരന്ത സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് ഇത് പലയിടങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് കേരളത്തിൽ ഏതൊക്കെ മേഖലകൾ ഇത്തരത്തിൽ ദുരന്തബാധിത മേഖലകളാക്കി തിരിച്ച് ആളുകളെ മാറ്റാം എന്നുള്ളതൊന്നും പ്രായോഗികമാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി കരുതുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയിൽ ആളുകളെ ഇതിന് പര്യാപ്തമാക്കുക എന്നതിലേക്കാണോ നമ്മൾ ഇനി മാറേണ്ടത്? അസിത ചോദിച്ച ചോദ്യത്തിന് 3 വ്യത്യസ്ത ഉത്തരങ്ങളാണ് ആവശ്യം. വയനാട്ടിൽ സ്ഥലമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. വയനാട്ടിൽ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. പുനരധിവാസത്തിന് തക്ക യോഗ്യമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കാരണം ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് പറയുന്നത് വയനാട്ടിലെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ആ ജില്ലകളിൽ ചേർന്നിരിക്കുന്ന മലനിരകളിൽ മാത്രമാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കർണാടക ഭാഗത്തോട്ട് പോകാൻ നേരത്ത് നമുക്ക് ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം പുനരധിവാസത്തിന് സ്ഥലം കണ്ടുപിടിക്കുവാൻ അത്ര പാടുള്ള ഏരിയ അല്ല. പക്ഷേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെയാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല കോഴിക്കോടാണോ കണ്ണൂർ ആണോ എന്നറിയില്ല. നേരത്തെ ഞാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഒരു ഇൻവെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഭാവിയിൽ ഒരു ഉരുൾപൊട്ടൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികൾ എങ്ങനെ എടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിലുള്ള ഇൻവെൻട്രി നമുക്ക് ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ണൂറാണോ കോഴിക്കോടെന്ന് അറിയില്ല, അപ്പോൾ പോയപ്പോൾ ഒരു 2 കുഞ്ഞുങ്ങൾ മരിച്ച ഒരു സ്ഥലമുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് 2 കുഞ്ഞുങ്ങളെ ഉരുൾപൊട്ടൽ ഒലിച്ചുപോയി. എന്നിട്ട് അതിൻ്റെ വിഷമത്തിൽ അച്ഛനും അമ്മയും നാട് വിട്ട് പോയി. നാട് വിട്ടിട്ട് പോയി. അവരെ അടക്കിയ കല്ലറ ഉണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ഉരുൾപൊട്ടലിൽ ആ കല്ലറകൾ ഒലിച്ചു പോയി. അന്നത്തെ പത്രം, എനിക്ക് തോന്നുന്നു മംഗളം പത്രം, അവിടുത്തെ വികാരി അച്ഛൻ കാണിച്ചു തന്നു. അന്ന് ജീവൻ കവർന്നു, ഇന്ന് കല്ലറകളും ഉള്ള ഒരു ഹെഡിങ് ആയിരുന്നു ഫ്രണ്ടിൽ വന്നത്. അതേ കണക്ക് നമ്മളിനി ചെയ്യേണ്ടത്, നമ്മളൊരു പുതിയൊരു പുനരധിവാസത്തിന് പോകുമ്പോൾ നമുക്കതിന് തക്കതായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട്, നോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ പ്രാക്ടീസ്. സ്റ്റേറ്റ് ഓഫ് ദ പ്രാക്ടീസ് വേണ്ട, നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി തന്നെ ആയിരിക്കണം. അതൊരു ഭവനം കൊണ്ട് തീരുന്നതല്ല, വെറും സ്കൂളും അതും കൊണ്ട് മാത്രം തീരുന്നതല്ല. നമുക്ക് അവിടെ അപ്രോച്ചബിലിറ്റി ആയിട്ട് റോഡുകൾ വേണം, ബ്രിഡ്ജസ് വേണം, ബാക്കിയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വേണം. എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരു സോഷ്യലി മാത്രമല്ല, നമ്മൾ ഒരു മോറലി, ഫിസിക്കലി എല്ലാ രീതിയിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വെറും കെട്ടിടങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താനാകില്ല. പിന്നെ രണ്ടാമത് ചോദിച്ച ഒരു ചോദ്യം, ലീവ് വിത്ത് കൊറോണ. എക്സാക്ട്ലി അത് തന്നെയാണ്. ലീവ് വിത്ത് ദ ഡിസാസ്റ്റർ എന്നുള്ള സ്ലോഗൻ തന്നെയാണ് ലോകമെമ്പാടും പറയുന്നത്. നിങ്ങൾക്കിപ്പോഴറിയാം, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാർത്തകളിൽ ഒന്ന്, ജപ്പാനിൽ എപ്പോഴും വേണമെങ്കിലും ഒരു വലിയ ഭൂചലനം ഉണ്ടാകാം. അവിടെ ആൾക്കാർ വസിക്കുന്നില്ലേ? അപ്പം നമുക്ക് വി ഹാവ് ടു ലീവ് വിത്ത് ദ ഡിസാസ്റ്റർ. നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. അവരുടെ ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ആ സ്ഥലത്ത്. അവർക്ക് അവരുടെ തൊഴിൽ, അവരുടെ ബന്ധുക്കൾ, ഇതെല്ലാം വിട്ട് പോകാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉരുൾപൊട്ടലിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഉരുൾപൊട്ടൽ വരും കേട്ടോ, ഉരുൾപൊട്ടലിനെ തടയാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഉരുൾപൊട്ടലിൽ നിന്നുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നിട്ടുള്ളതിൽ നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിലുള്ള പല മാതൃകകളും നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മാപ്പുകൾ കേരളത്തിൽ എല്ലാം ഉണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല അല്ല എന്ന് ആസിദ പറഞ്ഞത് തെറ്റായിരുന്നു. ആക്ച്വലി ഇത് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ തന്നെയാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടുത്തെ 6 കോളനിയെ മാറ്റിപ്പാർപ്പിച്ചു മുണ്ടക്കൈയിൽ. പക്ഷേ ആ ഉരുൾപൊട്ടൽ ഉണ്ടായത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഉരുൾപൊട്ടൽ ഒഴുകി വന്ന പാത നമ്മൾ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അതിന് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായിട്ട് കണക്കാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ നാശനഷ്ടം. പുഴയുടെ ഇരുകരകളിലും വസിച്ചിരുന്നവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടം. പുഴയുടെ ആ ചാല് വഴിയാണ് എല്ലാ മണ്ണും ചെളിയും വെള്ളവുമായിട്ട് ഒലിച്ചു വന്ന് ഏതാണ്ട് 10-15 മീറ്ററോളം പൊക്കത്തിൽ വരെ വന്നത്. ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വെറും വെള്ളം മാത്രമായിരുന്നു നീന്തി കിടക്കാം. ചെളിയും മണ്ണും കല്ലുമായിട്ടുള്ളതിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പം നമുക്കിനി ചെയ്യാൻ
പറ്റാവുന്ന ഉരുൾപൊട്ടൽ സാധ്യത മേഖല മാപ്പുകൾക്കൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഒഴുകി വരുന്ന പാത കണ്ടുപിടിക്കുന്ന സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് അതിനെ കണ്ടുപിടിച്ച് അതിനെ നിർണ്ണയിച്ച് ഏറ്റവും ഈസി അതിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കൂടെ പ്രശ്നമില്ല. നമ്മൾ മലയോര പ്രദേശങ്ങളിലുള്ള പുഴയുടെ കനാലുകളിലും ഈ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഡാമുകൾ ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രളയമില്ല. 2018 ഒരു തെറ്റായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു, ഡാമുകൾ തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രളയം എന്ന്. ആക്ച്വലി അങ്ങനെയല്ല, ഡാമുകൾ ഉള്ളത് കൊണ്ടാണ് പല പുഴയുടെ കരകളിലും പ്രളയം ബാധിക്കാത്തത്. അപ്പം ഒരു 50 വർഷമായിട്ട് പ്രളയം വരാത്ത സമയത്ത് എല്ലാവരും എന്തോ വിചാരിക്കും, പുഴയുടെ ഇരുകരകളും ഏറ്റവും നല്ല സ്ഥലമാണ്, നമുക്ക് അവിടെ താമസിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ താമസിക്കും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മഴ കൂടുതലായപ്പോൾ ഡാം തുറക്കേണ്ടി വന്നു. ഡാം തുറന്നപ്പോൾ യഥാർത്ഥത്തിൽ പുഴ ഒഴുകിപ്പോകേണ്ട സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് ഒഴുകിപ്പോയത്. അതേമാതിരി തന്നെയാണ് പുഴയുടെ ഇരുകരകളിലും നമ്മൾ യാതൊരു വിധത്തിലുള്ള നമ്മളെ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റിയോ പ്രത്യേകിച്ച് നമ്മുടെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലമേ അല്ല, അത് മാറ്റി പാർപ്പിക്കുക തന്നെ വേണം. യെസ്, ഞാനൊന്ന് ഇടപെടുന്നു. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ഇപ്പോൾ മിനിസ്റ്റർ OR കേളു കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പക്ഷേ ഈ വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇപ്പോൾ പ്രതികരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അവർക്കിപ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ, ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, അതൊക്കെ അവർക്കിപ്പോൾ ആവശ്യത്തിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് വിവിധ മാർഗങ്ങളിലായി. ഇനി ചെലവഴിക്കാനുള്ള പണം, ഇപ്പോൾ വാടക വീടുകൾ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാനും അത്യാവശ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല എന്നൊരു പ്രശ്നം അവർ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നു, എല്ലാവർക്കും പണം എത്തുന്ന തരത്തിലേക്ക് അത് ക്രമീകരിക്കുകയും ചെയ്യും. പക്ഷേ അത് എപ്പോഴത്തേക്കായിരിക്കും മിനിസ്റ്റർ പ്രായോഗിക തലത്തിൽ വരിക? ഈ എല്ലാവരിലേക്കും ഇങ്ങനെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം എത്തുക, അത് ചുരുങ്ങിയ നിലയിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? അതെ, നമ്മളിപ്പോൾ വയനാട് മന്ത്രിസഭയുടെ ഉപസമിതിയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതവും ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ജില്ലാ ഉപസമിതി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ഭക്ഷണം, ആരോഗ്യം, അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, കുടിവെള്ളം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ ആദ്യവട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് 16 ദിവസം ഇന്നിവിടെ പിന്നിടുകയാണ്. 16 ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ സ്കൂളുകളിൽ നമുക്ക് അനസ്യൂതമായിട്ട് ക്യാമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഈ കുടുംബങ്ങളെ വിവിധ കെട്ടിടങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ സങ്കേതങ്ങളിലേക്ക് നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഒന്നാമത് നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം കുടുംബങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ള വീടുകൾ, വാടക വീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മേഖലകളിൽ ദുരന്തം പൂർണ്ണമായും ബാധിച്ചിരുന്നില്ല, അവരുടെ വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുമില്ല. അങ്ങനെയുള്ള വീടുകളിലേക്ക് അവർക്ക് മടങ്ങി പോകണമെന്നാണെങ്കിൽ അതിനിപ്പോൾ കഴിയും എന്നാണോ? ഒന്ന് വ്യക്തമാക്കുമോ അത്? അതെ, അവിടെ ഇപ്പം നിലവിൽ അവരുടെ വീടുകൾ, അതായത് വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിന് നമ്മൾ അനുമതി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുരക്ഷിത വീട് പോയിട്ടില്ല, അവരുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല, വീട് സുരക്ഷിതമായി നിൽക്കുന്നു. പക്ഷേ അത്തരം കുടുംബങ്ങൾ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലയ്ക്ക് ക്യാമ്പുകളിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ വീടുകളിലേക്ക് മാറുന്നതിനും ഇപ്പോൾ തടസ്സമില്ല. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ വാടക വീടുകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ വാടക വീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചത് അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്.
പണമില്ലാത്ത വിഷയമില്ല. അവർക്ക് നമ്മൾ വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിന് ഇപ്പോൾ 10,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വരുന്ന 3 മാസക്കാലം അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണവും നമ്മൾ മുൻകരുതലായിട്ട് അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വെച്ചുകൊണ്ട് വരുന്ന 3 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലം എടുത്തുകൊണ്ട് ഈ വാടക വീടുകളിൽ താമസിക്കുന്ന അവസരത്തിലാണ് നമ്മൾ അവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് എന്ന നിലയ്ക്കുള്ള ഒരു വീടുകളിലേക്ക് നമ്മൾ നടപടി സ്വീകരിച്ചു വരുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 16 ദിവസവും വിവിധ മേഖലകളിലായി നമ്മൾ തെരച്ചിൽ നടത്തി, കാര്യക്ഷമമായി തന്നെ അവിടെ ഇടപെട്ടു. എത്ര നാൾ കൂടി, എത്ര ദിവസം കൂടി കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്? ആ നിലയിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതെ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് 14-ാം തീയതിയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 495 കുടുംബങ്ങളാണ് നമ്മുടെ കേന്ദ്രങ്ങളിലുള്ളത്. ആ കുടുംബങ്ങളെ നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും നമ്മൾ വാടക വീടുകളിൽ താമസിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ ബന്ധു വീടുകളിൽ താമസിപ്പിക്കും. ആ അവസരത്തിൽ അവർക്ക് വാടക ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. മാസം 6,000 രൂപ നമ്മൾ ഈ വാടക വീടുകളിൽ താമസിക്കുന്ന കുടുംബത്തിന് വാടക ഇനത്തിൽ കൊടുക്കും. അപ്പോൾ അവരുടെ ബന്ധു വീടുകളിൽ താമസിക്കുന്ന കുടുംബത്തിനും നമ്മൾ ഈ വാടക തന്നെ ലഭ്യമാക്കും. അതേപോലെ തന്നെ 3 മാസത്തേക്കുള്ള ചെലവിൻ്റെ കാര്യവും നമ്മൾ സുരക്ഷിതമായി അവർക്ക് ഫുഡ് കിറ്റ് നമ്മൾ മുൻകരുതലായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 6 മാസമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സമയം നീണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം എടുത്തുകൊണ്ട് അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീട് ഒരുങ്ങുന്നത് വരെ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ജില്ലാ ഭരണകൂടത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉപസമിതി അംഗം നിലയ്ക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി മിനിസ്റ്റർ, ഞാനത് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ചോദിച്ചത്. അതും എത്ര ദിവസത്തേക്ക് ഇനി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. ശരി മിനിസ്റ്റർ, പക്ഷേ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച സമയത്ത് നമ്മളിപ്പോൾ ഇനി പൂർണ്ണമായും ഒരു പുനരധിവാസം, ടൗൺഷിപ്പിന്റെ പ്രഖ്യാപനം വന്നല്ലോ, അതിൽ പൂർണ്ണ തോതിൽ അതിലേക്ക് കടക്കണമെങ്കിൽ കേന്ദ്ര സഹായം കൂടി ആവശ്യമാണ്. കാരണം അത്രമാത്രം വലിയ ഉത്തരവാദിത്തം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ എവിടെ വരെയായി? എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? അതേ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറയുന്ന ദിവസം വയനാട്ടിൽ വന്നതും അതേപോലെ തന്നെ ഈ ചൂരൽമല സമയമെടുത്തുകൊണ്ട് സന്ദർശിച്ചതും അതേപോലെ തന്നെ ക്യാമ്പുകൾ സന്ദർശിച്ചതും നമ്മുടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള രോഗികളെ കണ്ടതും അതേപോലെ തന്നെ അതിനുശേഷം സമയമെടുത്തുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തതൊക്കെ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വീകരിക്കും എന്ന് തന്നെയാണ് കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ വയനാട് ജില്ലാ മന്ത്രിസഭയുടെ ഉപസമിതിയും വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, കൃത്യമായിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടികൾ ഇപ്പോൾ വളരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മെമ്മോറാണ്ടം ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു ശുഭപ്രതീക്ഷ എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ വേഗം തന്നെ മെമ്മോറാണ്ടം സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ, അല്ലേ? അതെ, വേഗം തന്നെ നടപടി സ്വീകരിച്ച് ഒരു മെമ്മോറാണ്ടം നൽകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. മിനിസ്റ്റർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടമായവരുടെ കാര്യമായിരുന്നു. അതിനും ആ നിലയിലുള്ള ചില ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അതിൻ്റെ ചില കണക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിസഭാ ഉപസമിതി തന്നെ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് വിശദീകരിക്കാമോ മിനിസ്റ്റർ? ഒപ്പം തന്നെ നമ്മുടെ ഈ ചർച്ചയൊക്കെ കാണുന്ന ആളുകൾക്ക് എങ്ങനെ ആ മാർഗത്തിലേക്ക് എത്താം എന്നൊരു സംശയമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഈ കുടുംബത്തിൻ്റെ പല രേഖകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവരുടെ ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, റേഷൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഐഡൻറ്റി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആധാർ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അവരുടെ രേഖപരമായിട്ടുള്ള
കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ വളരെ വേഗം തന്നെ ജില്ലാ ഭരണകൂടം ആ കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യപടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ റേഷൻ കാർഡിൻ്റെ വിതരണം, നമ്മൾ പുതിയ റേഷൻ കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ രേഖകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപടി ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഈ നടപടി സ്വീകരിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു രേഖയും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മുടെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ പൊതുസമൂഹം അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചതും അതിൻ്റെ വിതരണം ആരംഭിച്ചതും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ധനസഹായം അവർക്ക് ലഭ്യമാക്കണം. ആ ധനസഹായം ലഭ്യമാക്കുന്നത് അവരുടെ അക്കൗണ്ട് വഴിയാണ്. ആ അക്കൗണ്ട് വഴി അത് ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാസ്ബുക്ക് ലഭ്യമായേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ബാങ്ക് പാസ്ബുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ പല ആൾക്കാർക്കും ബാങ്കുകളിൽ ലോണുണ്ട്. ആ ലോണ് ഓരോ കുടുംബത്തിനും എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. ഇങ്ങനെയുള്ള എല്ലാ രേഖകളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഈ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ശരി മിനിസ്റ്റർ, ഒരു കാര്യം കൂടി അവസാനമായി, നാളെ തെരച്ചിൽ ഉണ്ടാകുമോ? നാളത്തെ ക്രമീകരണം എങ്ങനെയാണ്? അതെ, നമ്മൾ തെരച്ചിൽ നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ തെരച്ചിൽ തുടരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ തെരച്ചിൽ നിർത്താനായിട്ടില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ തിരയുമ്പോൾ ശരീരഭാഗങ്ങളും ഒക്കെ നമുക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തെരച്ചിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. തെരച്ചിൽ നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ വീണ്ടും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന് മിനിസ്റ്റർ OR കേളുവാണ് വയനാട്ടിലെ തെരച്ചിലൊപ്പം തന്നെ പുനരധിവാസമൊക്കെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിസഭാ ഉപസമിതി എന്ന നിലയിൽ വയനാട്ടിൽ തുടരുക കൂടിയാണ്. മറ്റതിഥികളിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു ചർച്ചയിൽ. ശ്രീ റെജി ലൂക്കോസ, വാടക വീടുകൾ കണ്ടെത്തുക എന്നുള്ളൊരു ശ്രമകരമായ കാര്യത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് കാര്യങ്ങൾ. അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി തന്നെ പറഞ്ഞതനുസരിച്ച് ജില്ലാ ഭരണകൂടം പോലും അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. കൂടുതൽ ആളുകളും പക്ഷേ ആ മേഖലയിലെ തന്നെ വീടുകൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകണം. അവരുടെ അസ്തിത്വം തന്നെ അവിടെയാണല്ലോ. അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, വയനാട് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും. വയനാട്ടിൽ നേരത്തെ ബഹുമാനപ്പെട്ട സജൻകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ വയനാട്ടിനെ സംബന്ധിച്ചോളം പിന്നെ അവിടെ അവർ താമസിച്ച സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ സ്ഥലങ്ങളിൽ വാടക വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനോടകം തന്നെ 360ഓളം വാടക വീടുകൾ ഗവൺമെൻറ് കണ്ടെത്തി കഴിഞ്ഞു. ജില്ലാ കളക്ടറേറ്റിൽ അതിൻ്റെ ലിസ്റ്റ് വരെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ കുറേ സന്മനസ്സുള്ള ഏതാണ്ട് 10-60ഓളം മലയാളികൾ വിവിധ ഭാഗങ്ങളിലുള്ളവർ അവരുടെ വീടുകൾ വാടക പോലും വേണ്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ അവർ താമസിച്ച സ്ഥലത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ താമസിക്കണം എന്നുള്ളതാണ്. സർക്കാർ ഈ കാര്യത്തിൽ കഠിനമായ രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരിൽ ഒരു അസംതൃപ്തിയില്ല. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള വേറൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് 6.63 കോടി രൂപ എഴുത്തള്ളി. അതിൽ 213 വായ്പക്കാരുണ്ട് കേരള ബാങ്കിൽ. ആ പറഞ്ഞ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുത്തുമല പ്രദേശങ്ങളിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നത് ചെറുകിട കർഷകരും അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികളും എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പേര് സ്വർണ്ണ വായ്പ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രാഞ്ച് അവിടെ ഇല്ലാന്ന്, ഇത് പച്ചക്കള്ളമാണ് മന്ത്രി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ദുഷ്പ്രചരണങ്ങൾ ചിലർ അഴിച്ചുവിട്ടിട്ടുണ്ട്. ദയവായിട്ട് ഈ ചർച്ച കേൾക്കുന്ന വയനാട്ടിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ ഒരു ഇടുത്തിയുടെ മുകളിൽ വേറൊരു ഇടുത്തിയുടെ വെട്ടത്തക്ക രീതിയിൽ അവർക്ക് കിട്ടിയ ഒരു ആശ്വാസത്തിന് വക്രീകരിച്ചുകൊണ്ട് നുണയാന്ന് പ്രചരിപ്പിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണം. കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. കൂടാതെ കണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട വയനാടിൻ്റെ തന്നെ പ്രതിനിധിയായ മന്ത്രി OR കേളു വളരെ സമഗ്രമായിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായ രീതിയിൽ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം. അവിടുത്തെ കുട്ടികൾ 2ാമത്തെ ടേമിലേക്ക് ആയതുള്ള കുട്ടികൾ, ആ കുഞ്ഞുങ്ങളിൽ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ അടിയന്തരമായിട്ട് തന്നെ മറ്റെല്ലാ ക്രൈറ്റീരിയയിലും മാറ്റി വെച്ചുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മുടെ സർക്കാർ എടുത്തിട്ടുണ്ട്.
മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുണ്ട്. ഇപ്പോൾ ബഹുമാനോട് മന്ത്രി പറഞ്ഞ പോലെ സകല രേഖകളും ഐഡിയും പാസ്പോർട്ട് വരെ പോയ നിരവധി ആൾക്കാരുണ്ട് എല്ലാവരും. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ല, 2 വിദ്യാർത്ഥികൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസമുണ്ട്, എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കിട്ടി, പക്ഷേ സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് സർട്ടിഫിക്കറ്റ് കൃത്യമായ രീതിയിൽ പെട്ടെന്ന് തന്നെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൈത്താങ്ങോടുകൂടിയാണ് കേരളം സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു 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 എന്താ പറയുക, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട. പക്ഷേ എങ്കിൽ പോലും ഞാനും പറയുന്നു, വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ഒരു ടൗൺഷിപ്പ് പോലെ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് താമസിക്കാനുള്ള, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പോലെ തന്നെ ഉള്ള രീതിയിലാണത്. അതിൽ പുതുമയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കൾച്ചറൽ ഇൻട്രാക്ഷൻസും നല്ല രീതിയിലുള്ള സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് ഇത്തരം കൂട്ടായ്മകളല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് താമസിക്കുമ്പോൾ അവർക്ക് അവരുടെ ദുഃഖങ്ങൾ മറയ്ക്കാൻ പറ്റും. ഒരു പരിധിവരെ അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ വരും. നല്ല രീതിയിൽ ഉള്ളൊരു ഒരു ഒരു ടൗൺഷിപ്പോടെ പണിയാനായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം കുറിച്ചതായിട്ടല്ല, പണിയല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള തുടക്കം കുറിച്ചായിട്ട് അറിഞ്ഞിരിക്കുന്നത്. സന്മനസ്സുള്ള പലരും അവിടെ സൗജന്യമായിട്ട് പിന്നെ ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് പറ്റിയ ഈ ഇടുത്തി, ഈ അപ്രതീക്ഷിതമായിട്ട് പറ്റിയിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ ഒരു താളം തന്നെ തെറ്റിച്ച ഈ ക്രൂരമായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്നും അവരെ കൈപിടിച്ച് ഉയർത്താൻ അവരോടൊപ്പം ഒരു സർക്കാരുണ്ട്, ഒരു ജനതയുണ്ടെന്നുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരോടൊപ്പമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ നേരത്തെ നമ്മുടെ ഡോക്ടർ സജ്ജൻകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാനും ആഡ് ചെയ്യുകയാണ്. ഡാമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പുതിയ സ്റ്റഡി അനുസരിച്ച് ഡാമുകൾ കെട്ടുന്ന സ്ഥലത്താണ് കൂടുതലും ഈ പറയുന്ന പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ദോഷം കൊണ്ടാകുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി കുലുക്കങ്ങൾ, ഇത്തരമുള്ള കാര്യങ്ങൾ കുറയുന്നതാണ് നമുക്ക് മനസ്സിലായത്. ഉരുൾപൊട്ടലുകൾ പോലെ അവിടെ കുറയുവാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി ചർച്ചയാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കൂനുമേ കുരു പോലെ ചില ആളുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ എപ്പോൾ ദുരന്തം ഉണ്ടായാലും കേരളത്തിൽ എടുത്ത് വീശുന്ന ഒരു കോടാലിയാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. ആ പൊട്ടലോടനുബന്ധിച്ച് ഇടുക്കി ഡാം പൊട്ടും. 55 ലക്ഷം ജനങ്ങൾ മരിക്കും. കേരളത്തിലെ 4 ജില്ലകൾ വെള്ളത്തിൽ പോകുന്നുള്ള ദുഷ്പ്രചരണങ്ങളിൽ നിന്നും ആളുകൾ മാറണം. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിലെയും വയനാട്ടിലെയും മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അവരെ ഭീഷണിപ്പെടുത്തുവാണ്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഡാം പണിയട്ടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നുള്ള അസംബന്ധമായ കാര്യങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാം. ഇവിടെ ഇറങ്ങുന്ന ഒരു പച്ച നുണ ഇതിനോടനുബന്ധിച്ച് ഇതിനെ ആധികാരികത പറയാനായിട്ട് എന്താ, തുംഗഭദ്ര ഡാം, ഞാൻ തുംഗഭദ്രയുടെ സന്ദർശനമുള്ള ആളാണ്. തുംഗഭദ്ര ഡാമിൻ്റെ ഒരു ഷട്ടർ തകർന്നു. അവിടെ ആ ഡാം ഡാമേജ് ആയെന്ന് പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തുന്നു. കാരണം മുല്ലപ്പെരിയാറിലെ റോ മെറ്റീരിയൽസ് ആയ സുർക്കി കൊണ്ടാണ് അവിടെ പണിതിരിക്കുന്നത്, കരിങ്കല്ലോട്ട്. പക്ഷേ സത്യാവസ്ഥ എന്താ, അവിടെ ഒരു ഷട്ടറിൻ്റെ ഒരു ചെയിൻ, ഒരു ചങ്ങല പൊട്ടിയത് മാത്രമേ ഉള്ളൂ. കേവലം ഒരു ചങ്ങല പൊട്ടിയപ്പോൾ ആ ഷട്ടറിൽ നിന്ന് വെള്ളം ഒഴുകി. അവരത് ബാലൻസ് ചെയ്യാനായിട്ട് മറ്റ് ഷട്ടറുകളെല്ലാം ചെയ്ത് അവരത് ബാലൻസ് ചെയ്തു. അവിടെ ആ ഡാമിന് ഒരു തകരാറുമില്ല. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നുണങ്ങളായി ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ചില മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് കേരളത്തിലെ ഒരു ഏതാണ്ട് 1.5 കോടി വരുന്ന ജനങ്ങളുടെ മനസ്സിൽ തീ പാറുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് മാറണം. മുല്ലപ്പെരിയാർ ഡാമിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡാം ആവശ്യമാണ്. അതിൻ്റെ പേര് തമിഴ്നാട്ടിലെ വെള്ളം കൊടുക്കുന്ന 5 ജില്ലകളിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന, അവരുടെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ആ വെള്ളം കൊടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഇവിടെ ഒരു പ്രചരണം ഉണ്ടായാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സഹോദരങ്ങളെ പോലെ കാണുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി വെറുപ്പിക്കാനുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ. അതിലേക്കൊന്നും കടക്കരുത്. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ പോലും കൃഷി ചെയ്തുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ മലയാളികൾ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഒരു അവസരമായി കണ്ട് കേരളത്തിൽ ഭീതി വരുത്തി കേരളത്തിലെ ജനങ്ങളുടെ എന്താ പറയുക, അവരുടെ നൈർമല്യമായിട്ടുള്ള മനസ്സുകളിൽ കീഴടക്കാൻ വേണ്ടിയിട്ടും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടും ചില ആളുകൾ മെനക്കെട്ടിറങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു സർക്കാരുണ്ട് ഇതിനെല്ലാം നേരിടാനായിട്ട്. ഇപ്പം പ്രകൃതി ദുരന്തങ്ങളെ അങ്ങനെ കാര്യമായിട്ടൊന്നും നമുക്ക് നേരിടാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഹരിക്കേൻ ലോകത്തിലടിക്കുന്ന അമേരിക്കയിലെ ഗാൽവെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഹരിക്കേൻ അടിക്കുന്നത്. ഞാൻ അവിടെയൊക്കെ ജീവിച്ച ആളാണ്. ഒരു കാര്യം പറയാം, ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഹരിക്കേനെ തടയാൻ പറ്റുന്നുണ്ടോ അവിടെയും ജീവിതം സുഖമായിട്ട് പോകുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ 3 ഹരിക്കേൻ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. മനുഷ്യന് അവിടെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. പ്രകൃതി ദുരന്തത്തെ ഒന്നും ആർക്കും തടയാൻ പറ്റത്തില്ല, അതൊരു വസ്തുതയാണ്. ഈ പ്രകൃതി ദുരന്തത്തെ തടയാമെന്ന് പറയുന്നവർ, ഇപ്പോൾ സുനാമി ലോകത്തിലടിച്ചു 2004 സുനാമി ആർക്കെങ്കിലും മുൻകൂട്ടി പറയാൻ പറ്റുമോ? നമ്മുടെ ആ വാക്ക് തന്നെ ലോകത്തിലെ മലയാളികൾ സുനാമി എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത് അന്ന് ഇത് അടിക്കുമ്പോഴാണ്. കേരളത്തിൽ നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ സഹോദരങ്ങൾ നിരവധി? ലോകത്തിൽ വ്യാപകമായിട്ട് ജപ്പാന്, ഇന്തോനേഷ്യ, മലേഷ്യ, നമ്മുടെ തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരങ്ങളിലൊക്കെ നഷ്ടപ്പെട്ട ജീവനുകൾ ലക്ഷക്കണക്കിന് ജീവനുകളാണ്. അപ്പോൾ അതാർക്കെങ്കിലും തടയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഇതിനെ എങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം. നേരത്തെ ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റാണ്.
എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ എങ്ങനെയാണ് പെട്ടെന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന അതിനുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്താതിരിക്കുക. ഇപ്പം ഇന്നും അവിടെ ഒരു എന്താ പറയുക ഭീകരമായ മഴയുണ്ടായി, താൽക്കാലികമായി ബെയിലി പാലം അവിടെ അടച്ചിടേണ്ടി വന്നു. ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തു അതിപ്പോൾ തുറന്നെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യൻ എവിടെയും താമസിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജനങ്ങൾ ഇതിനേക്കാളും കഠിനമായ പ്രകൃതി സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ ഏറ്റവും ജപ്പാനിൽ പ്രകൃതി ചേർക്കണമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ആ മറുപടി ഡോക്ടർ കെ എസ് സജിൻ കുമാറിന് പറയാനുമാകും. ശ്രീ സജിൻ കുമാർ നോക്കൂ, 91 ശേഷം 91 ശേഷമാണല്ലോ ഈ കണക്കുകളൊക്കെ നമ്മുടെ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ ഇത് സൂക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ അളവിലെ മഴ എന്നുള്ളതാണ് വെതർ ആട്രിബ്യൂഷന്റെ പഠനത്തിൽ ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാട്ടിലെ മഴയെക്കുറിച്ച് പറയുന്നത്. മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്നും അവർ പറയുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഈ ലീവ് വിത്ത് ഡിസാസ്റ്റർ എന്നുള്ള ആശയത്തിലേക്കൊക്കെ വരുന്ന കാര്യം പറയുന്നു, വികസിത രാജ്യങ്ങൾ അതിനൊപ്പം നീങ്ങുന്ന കാര്യം പറയുന്നു. പക്ഷേ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും അതിനെ മുൻകൂട്ടി അറിയാൻ കഴിയേണ്ടതില്ലേ? അങ്ങനെയാണല്ലോ അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ലീവ് വിത്ത് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ ഡിസാസ്റ്ററിൽ മരിച്ചു പോകുന്നവരങ്ങ് പോകട്ടെ, അല്ലാത്തവർ അതിജീവിക്കട്ടെ എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്? ആസിത പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് ജീവിക്കുന്നവർ ജീവിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെയല്ല. ആക്ച്വലി നമുക്ക് ഉരുൾപൊട്ടലിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഉരുൾപൊട്ടലുകളും 100% നമുക്ക് നടന്നിട്ടുള്ളത് ജൂൺ തൊട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ കാലവർഷ കാലഘട്ടത്താണ്. അപ്പം തീർച്ചയായിട്ടും മഴയാണല്ലോ അതിൻ്റെ കാരണം. ഈ മനുഷ്യൻ്റെ ഇടപെടലുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ ഇടപെടൽ കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകാം. പക്ഷേ അത് എത്രത്തോളം എന്ന് ഇതുവരെയ്ക്കും നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. ക്വാണ്ടിഫൈ ചെയ്യാത്തത്തോളം കാലം നമുക്കത് പറയാനും പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു കേസ് നമുക്ക് ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴയില്ലാത്ത സമയത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മനുഷ്യൻ്റെ ഇടപെടലാണെന്നുള്ളത്. പക്ഷേ മനുഷ്യൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും സ്വാധീനിക്കാം. അപ്പം ഇതിനെ എങ്ങനെ പ്രവചിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. കാരണം നമുക്കറിയാം മഴയാണല്ലോ ഇതിൻ്റെ കാരണം. അപ്പം ഒരു ഘനം മണ്ണ്, ഉദാഹരണത്തിന് 1 മീറ്റർ മണ്ണ് ഒരു 2 ദിവസം കൊണ്ട് 100 മില്ലിമീറ്റർ മഴ പെയ്തിരുന്നാൽ അത് പൂരിതമായിട്ട് അത് ഉരുൾപൊട്ടൽ കലാശിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഒരു ത്രഷോൾഡ്. 2 ദിവസം 100 മില്ലിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ദിവസം 50 മില്ലിമീറ്റർ പെയ്യുകയാണെങ്കിൽ നമുക്ക് സുഗമമായിട്ട് പറയാം അടുത്ത ദിവസം 50 മില്ലിമീറ്റർ മഴ പെയ്തിരുന്നാൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാകാം. ആ 50 മില്ലിമീറ്റർ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഒരു 60-70 ഒക്കെ ആവുന്നിടത്ത് നമുക്ക് വാർണിംഗ് കൊടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയിൽ നമുക്ക് അങ്ങനെ റിയൽ ടൈമായിട്ട് അല്ലെങ്കിൽ ഒരു നിയർ റിയൽ ടൈമായിട്ട് മഴ മാപ്പിനികൾ ഇല്ല. നമുക്കുള്ളത് ഒരു ദിവസത്തിലൊരിക്കൽ എടുക്കേണ്ട മാനുവലായിട്ടുള്ള റീഡ് ചെയ്യേണ്ട ഇൻസ്ട്രുമെൻറ്റ്സാണ് കേരളത്തിൽ ഉടനീളം. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ തെറ്റാണ്, തെറ്റല്ലേന്ന് കേട്ടാൽ തെറ്റല്ല. കാരണം ഈ പറയുന്ന മഴ മാപ്പിനികളൊക്കെ ഒരു കാലഘട്ടത്ത് വെച്ചത് ഉരുൾപൊട്ടൽ പ്രവചിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഗ്രേറിയൻ നേഷൻസ് ആണ്. അപ്പം ഒരു കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മഴ മാപ്പിനികളൊക്കെ വെച്ചത്. അപ്പം നമ്മൾ വി ഹാവ് ടു റീതിങ്ക്, വി ഹാവ് ടു റീവാലുവേറ്റ്. നമുക്ക് ഇനി തിരിച്ച് നോക്കൂ, ഞാൻ അതിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ മഴ മാപ്പിനിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണമാണല്ലോ സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നത്. പക്ഷേ ഇപ്പോൾ വയനാടിന്റെ തന്നെ കാര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ചില ഇടപെടലുകൾ ഈ മഴ പ്രവചിക്കുന്നതിലൊക്കെ ഉണ്ട്. അത്തരം ചില കണക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഔദ്യോഗിക അറിയിപ്പ്, ഔദ്യോഗിക അതോറിറ്റി എന്നുള്ളത് നമ്മൾ ഇപ്പോഴും വലിയ പ്രാധാന്യത്തോടെ കാണുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടോ? ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളെയും നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യണം. ഹസിത കറക്റ്റാണ്. ഈ 2018 നടന്നിട്ടുള്ള പ്രളയത്തോടനുബന്ധിച്ചിട്ട് ഉരുൾപൊട്ടലിൽ എൻ്റെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ വഴി എനിക്ക് ഏതാണ്ട് US ഒരു ഏജൻസി 8 റിയൽ ടൈമായിട്ട് 5 മിനിറ്റ് ഇടപെട്ട് നമുക്ക് മഴയെ അളക്കാൻ പറ്റാവുന്ന മഴ മാപ്പിനികൾ തന്നു. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ ഞാൻ അറിയിച്ചു. ദേ വെർ വെരി മച്ച് ഫ്രണ്ട്ലി. അവർ കേരളത്തിലെ ഇടുക്കിയിലുള്ള പല 8 സ്ഥലത്തും ഞാനത് വച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എനിക്കറിയാം അത് ത്രഷോൾഡ് ക്രോസ് ചെയ്തെന്നും പറഞ്ഞിരുന്നാൽ കൂടെ എനിക്ക് പറയേണ്ട അവകാശമില്ല. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനല്ല അത് പറഞ്ഞിട്ടില്ല. അത് ഒരൊറ്റ ഏജൻസിയെ മാത്രമേ പറയാവൂ. പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ 10 പ്രാവശ്യം വാൺ ചെയ്യാൻ നേരത്ത്, ലോകത്തുള്ള ഹിസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്, 10 പ്രാവശ്യം വാൺ ചെയ്യാൻ നേരത്ത് ഒരിക്കലോ 2 പ്രാവശ്യമോ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ തന്നെ അതൊരു ഫെയർലി സക്സസ്ഫുൾ പ്രഡിക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ തോതിൽ ഒരു പ്രാവശ്യം ഒരാൾ മാറിപ്പോയി, അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. 2ാമത്തെ പ്രാവശ്യം പ്രവചിച്ചു, ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം തീർച്ചയായും
തീർച്ചയായിട്ടും ആ ആൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ അവന് വിഷമമായിരിക്കും, മാറില്ല. ആ സമയത്തായിരിക്കും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പം ഇതിന് ഏറ്റവും അത്യന്താപേക്ഷമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസം. ഈ നേരത്തെ പറഞ്ഞ ജപ്പാനിൽ തന്നെയാണ് അവിടെ സിമുലേറ്റേഴ്സ് ഉണ്ട്. ഓരോ റിച്ചർ സ്കെയിലും എങ്ങനെ വന്നിരുന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് പക്ഷേ ഉരുൾപൊട്ടലിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പം ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് കണക്കാണ് ഏറ്റവും വലിയ ഉദാഹരണം. സുനാമി എന്ന് പറയാൻ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ഒരു ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ചയാണ്. ചൂടുവെള്ളം കൊണ്ടുവരുന്നാൽ മാത്രമേ നമ്മൾ അറിയൂ. 2004 മുമ്പ് ആർക്കും സുനാമി എന്ന് പറയാനേ അറിയില്ല. അപ്പം ഈവൻ അന്നത്തെ പല വാർത്താ ചാനലുകളുമില്ല. ഞാൻ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, TV ചാനൽ ആദ്യം വന്ന ഫ്ലാഷ് ന്യൂസ് ഇതായിരുന്നു: ചെന്നൈയിൽ കടൽക്ഷോഭം, ഒരാളെ കാണുവാനില്ല എന്നാണ്. കടൽക്ഷോഭം, അതായത് ബാക്കിയുള്ള ശാസ്ത്ര സമൂഹത്തിന് വരെ അത് സുനാമിയാണെന്ന് പറയുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ദിവസം വേണ്ടി വന്നു അത് സുനാമി ആയിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഇതുവരെയും അത് അനുഭവം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതറിയില്ല. അതേ കണക്കാണ് ഓരോരുത്തരും വിചാരിക്കും എന്നെ ബാധിക്കില്ല. പക്ഷേ ഇതിനെ നമുക്ക് നല്ല റിയൽ ടൈം ആയിട്ടുള്ള മഴമാപ്പനികൾ ശൃംഖല വെച്ച് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ കണക്ക് ഒരു 20%, 10 തൊട്ട് 20% പ്രഡിക്ഷൻ റേറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രഡിക്ഷൻ ഇൻ ദ വേൾഡ്. റെജി ലൂക്കോസ്, പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയായിരിക്കും. നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും വിട്ടുപോകാതെ എന്ത് മുന്നറിയിപ്പിന്റെ പേരിലായാലും എന്നുള്ളത് അല്പം വിഷമകരമാണ്. പലപ്പോഴും അതാണോ എന്ന് തോന്നുന്നു സംഭവിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ പോലും അതുണ്ടായി. പക്ഷെ ചില ആളുകൾ അപ്പോഴും, ശ്രീ സജ്ജൻകുമാർ അതാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞത്, ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന മേഖലകളിൽ നിന്നും സുരക്ഷിതമെന്ന് കരുതി അവർ ഒരുപാട് മാറി. ബന്ധുക്കളുടെ വീടുകളിലും അവർ ആ മേഖലയിൽ നിന്ന് മാറിയിട്ട് പക്ഷേ ഈ ഉരുൾപൊട്ടലിന്റെ വെള്ളം കുത്തിയൊലിച്ച് വന്ന പാതയതായിപ്പോയി. അങ്ങനെയും അപകടത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണോ എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്തുള്ള ജനങ്ങളാണ് നമ്മൾ ഉൾപ്പെടെയല്ല എല്ലാവർക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തണം. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും പ്രകൃതിയും ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സുകൊണ്ട് അകന്നു പോകാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായിട്ട് വയനാട്ടിലെ ആ നിർഭാഗ്യവന്മാരായ നമ്മുടെ സഹോദരങ്ങൾക്ക് അതുകൊണ്ട് അതിനെ അവരെ 1% പോലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു ചെറിയ കാലയളവിലാണ് അതൊക്കെ അനുഭവിച്ചവരാ. അപ്പോൾ അവർക്ക് ആഗ്രഹം അതാണെന്നുള്ളതിനകത്ത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരും ഇത് സത്യാവസ്ഥ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ വീടുകൾ വാടകയ്ക്ക് കിട്ടുന്ന, ഇപ്പോൾ അവർക്ക് അതിനോടനുബന്ധിച്ച് താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത്രയും വീടുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ലഭ്യമാകണ്ടേ? ഞാൻ മനസ്സിലാക്കി ശരിയാണെന്നുണ്ട് അതിനകത്ത് കുറേ ആളുകൾ പിന്നെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് താമസിച്ചോളാം എന്ന് പറഞ്ഞു. സർക്കാർ അത് സമ്മതിച്ചു. അവർക്ക് താമസിക്കാനുള്ള അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാടക അവർക്ക് കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായിരിക്കുക. താൽക്കാലികമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ വാർത്തകളിലൊക്കെ ലഭ്യമാക്കുന്നു സർക്കാരിൻ്റെ ചടുലമായ നീക്കങ്ങളിലൂടെ. കാരണം അങ്ങനെ ഒരു പരമ്പര ഈ ഗവൺമെൻറ്റുണ്ട്. താമസമില്ലാതെ തന്നെ നമ്മുടെ സഹായഹസ്തങ്ങൾ നീട്ടുന്നവരുടെയും സന്നദ്ധ സംഘടനകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതമായ ഒരു പ്രദേശത്ത് ഒരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ സഹോദരങ്ങൾക്ക് നാളുകളിൽ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. കൈത്താങ്ങുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മുടെ കേരളീയരെ പോലെ അങ്ങനെ ഒരു കാരണവശാലും കിട്ടുന്ന ഒരു സ്ഥലങ്ങൾ വേറെ ഭൂലോകത്തില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഉത്തരാഖണ്ഡിൽ പിന്നെ അവിടെ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വേഗവിസ്ഫോടനം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് വന്ന ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാറുകൾ, മനുഷ്യരുടെ കണക്കുകൾ എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും അത് പിന്നെ വയനാടിന് അത്രയും ഇല്ല. അവിടെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇനി കേരളം വേറൊരു ഉദാഹരണം പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് 90-95 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 99 പ്രളയം എന്നറിയപ്പെടുന്ന മഹാപ്രളയമാണ്. ആ പ്രളയത്തിൽ മൂന്നാർ എന്ന് പറയുന്ന പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലായി. ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴും ഉണ്ട്. അന്ന് ഈ പറയുന്ന കയ്യേറ്റങ്ങളൊന്നും അവിടെ ഇല്ല, ഒരു കെട്ടിടം പോലില്ല. മൂന്നാർ ടൗണിൽ ആ ചിത്രത്തിലൂടെ പറയുന്നതനുസരിച്ചാണ് 6-7 കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ഈ മനുഷ്യനെ മാത്രം കുറ്റപ്പെട്ടത്, ഈ പ്രകൃതിയെ മനുഷ്യനാണ് നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് കപട മതേതരവാദികളുടെ ഒരു പതിവ് പല്ലവിയാ. ഒറ്റ കാര്യമാണ് ഞാൻ പറയാതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനകളിൽ ഒന്നാണ് പിന്നെ ഈ പറഞ്ഞ വേൾഡ് പരിസ്ഥിതി മാഫിയ. ആ പേര് തന്നെ അവരിട്ടിരിക്കുന്നത്. ജനീവ ആസ്ഥാനമാക്കി അത് പ്രവർത്തിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താ അറിയോ? 2016 അവർ ഈ കിഴക്കൻ നമ്മുടെ ഇന്ത്യ പോലുള്ള 3 രാജ്യങ്ങളിലേക്ക് അവർ പമ്പ് ചെയ്ത് 26,000 കോടി രൂപ. നിങ്ങൾക്ക് സൈറ്റിൽ കയറി അറിയാം. അതായത് ചൈന, അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലെ പൊല്യൂഷൻ, ഭീകരമായ പൊല്യൂഷൻ, അമേരിക്കയും പിന്നെ ചൈനയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അവർക്ക് അവിടെ അവരുടെ പിന്നെ എന്താ പറയുക, ഓസോൺ പാളികളിലെ വിടവുകളൊക്കെ നികത്തി, അവർക്ക് ഓക്സിജൻ്റെ ഒക്കെ അഭാവങ്ങളുണ്ടെങ്കിൽ അത് നികത്തി അവർക്ക് ശുദ്ധമായ രീതിയിലുള്ള വായു കിട്ടാൻ
നമ്മുടെ ഈ മൂന്നാം രാജ്യങ്ങളിലെ ജനങ്ങളിലെ അവർ വസിക്കുന്ന ഈ പറഞ്ഞ ഹൈറേഞ്ച് പോലുള്ള മലമ്പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ അവിടെ ഓടിച്ചുവിട്ട് അവിടെയെല്ലാം വനമാക്കി. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ എടുത്ത ശേഷം അദ്ദേഹത്തെ വളരെ വേഗം വിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മിനിസ്റ്റർ കേൾക്കാമല്ലോ അല്ലേ? നോക്കൂ, ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മിനിസ്റ്റർ OR കേളു ചേർന്നിരുന്നു. അദ്ദേഹം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിന് അത്തരം കാര്യങ്ങളിലേക്ക് പ്രാഥമികമായി ഞാൻ അങ്ങിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലടക്കം അങ്ങ് ആവർത്തിച്ച് പറഞ്ഞൊരു വാക്ക് ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഡാർക്ക് ടൂറിസത്തിന് തന്നെ വിശാലമായ ഒരു മേഖലയായി പരിഗണിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയിലല്ല നമ്മൾ ഉള്ളത്. ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു ആ നിലയിലേക്ക് ആളുകൾ മാറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ മിനിസ്റ്റർ അവിടെ? അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ആളുകൾ അങ്ങോട്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട് വരുന്നതിൽ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ആളുകൾ കാഴ്ചക്കാരായി വരുന്നത് പരമാവധി ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഇന്ന് പറയാൻ കാരണം. അതിന്റെ പഞ്ചാരമറ്റത്ത് പുഞ്ചിരിമറ്റത്ത് നിന്ന് ഞാനും ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്ററും ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ മിനിസ്റ്ററും കൂടി പോയ ഘട്ടത്തിൽ അവിടെ ഏറ്റവും ഉയരം കയറിയ പാറയ്ക്കകത്തുൾപ്പെടെ ആളുകൾ കയറി നിൽക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഒരു സംഭവം കാണുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ ആളുകളോട് അഭ്യർത്ഥിച്ച ഇത്ര മാത്രം, ഈ ഘട്ടത്തിൽ കാഴ്ചക്കാരായി അങ്ങോട്ട് വരരുത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിനോ വളണ്ടിയർമാരായിട്ടോ സർക്കാർ പ്രതിനിധികളായിട്ടോ അങ്ങോട്ട് വരുന്നത് ആവശ്യമെങ്കിൽ ഗുണകരമായിരിക്കും. പക്ഷെ കാഴ്ചക്കാരാകാൻ ദയവായി ഇപ്പൊ അങ്ങോട്ട് വരരുത്. അത് ഏതെങ്കിലും വിധത്തിൽ ഇപ്പോ മഴയൊക്കെ ഉൾപ്പെടെ ഉള്ള ദിവസങ്ങളാണ്. മഴയുടെ ഒരു അളവ് 30-ാം തീയതി വരെ ഉണ്ടായിരിക്കും എന്ന് ലഭ്യമായ വിവരം കിട്ടുകയാണ്. ഇന്നലെ വൈകുന്നേരം ബെയിലി ബ്രിഡ്ജിനോട് ചേർന്ന് നേരത്തെ നമ്മുടെ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പാലം പൂർണ്ണമായും തകരുന്ന സ്ഥിതി ഉണ്ടായി. നിങ്ങളെല്ലാവരും കൈരളി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പശു തന്നെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. ഈ വിധത്തിൽ ആ പ്രദേശം ഒന്ന് കാണണം എന്ന് കരുതി വന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകടത്തിന്റെ ഭാഗമാകരുത്, അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഇപ്പൊ തന്നെ ഒരു ദുരന്ത ഭൂമിയിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടാനുള്ള നിലവിളികളോടെ ഒരു ജനത നിൽക്കുകയാണ്. കാണാതായ ചിലരെങ്കിലും ഇനി കണ്ടുകിട്ടാനുണ്ട് എന്ന ഭീതി ഉയർന്നു വരികയാണ്. ആ കൂട്ടത്തിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മന്ത്രിതല സമിതിക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് മിനിസ്റ്റർ. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആശയങ്ങൾ ഉയർന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നു നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണല്ലോ. മഴ സാധ്യതയുണ്ട്, അത്തരം മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന അറിയിപ്പൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ മറ്റു പല ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട് വന്നൊരാശയം, ഇത്തരത്തിൽ മഴയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള മലയോര മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അത്തരം നമ്മളിപ്പോൾ സ്കൂളുകളിലേക്കൊക്കെയാണ് മാറ്റുന്നത്. ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തിലല്ല പറയുന്നത്, അതിന് മുൻപ് പോലും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതാ മേഖലകളിൽ അവരെ സ്ഥിരമായി മാറ്റാനുള്ള ഒരു സ്ഥിരം സംവിധാനം ഇപ്പോൾ ചില വികസിത രാജ്യങ്ങളൊക്കെ അത് അങ്ങനെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് അവിടേക്ക് മാറാം, പിന്നീട് ഇതിന് ശേഷം മടങ്ങിപ്പോകാം. അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ ഒരു ആലോചനയുടെ സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലെങ്കിലും നമ്മളിപ്പോൾ റൂം ഫോർ റിവർ ഒക്കെ പ്രാവർത്തികമാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അതുകൊണ്ട് വളരെ വേഗം നടക്കുന്ന കേരളത്തിന്റെ മുന്നിൽ ഇപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങൾ പരിഗണനയിലുണ്ടോ മിനിസ്റ്റർ? അസിത, നമ്മൾ പ്രളയത്തിന് ശേഷം അസിതയ്ക്ക് ഉൾപ്പെടെ കൈരളി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തിന്റെ തെക്കു മുതൽ വടക്ക് വരെ തീരദേശ മേഖലയിൽ സൈക്ലോൺ ഷെൽട്ടറുകൾ വ്യാപകമായി ആരംഭിച്ചു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ പദ്ധതിയുടെ കൂടി സഹായം കൂടി കൊണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുള്ളത്. ആ ഷെൽട്ടറുകൾ ഇന്ന് തീരപ്രദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ ആളുകൾക്ക് വന്ന് താമസിക്കാൻ കഴിയുന്ന നല്ല ഷെൽട്ടറുകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലും ആ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. ഞങ്ങള് ഇത്തവണ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ ഇടയായ ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ ചില പ്രശ്നങ്ങളിലൊന്ന്, നമ്മുടെ നാട്ടിൽ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദേശീയ ഗവൺമെന്റിന്റെ കേന്ദ്രങ്ങളുണ്ട്. അത് നോക്കുകുത്തികളാകരുത്, കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ശാക്തീകരണം അതിനുണ്ടാകണം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്താവുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൂടുതൽ സഹായം ഉണ്ടാകണം. അതോടൊപ്പം ഇത്തരം ദുരന്തങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള കാരണം, മലയോര മേഖലകളിലും ആ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ
വളരെ പെട്ടെന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോൾ വയനാടിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ചില ഓഫറുകൾ അതല്ലാതെ വന്നിട്ടുണ്ട്. ചില സന്നദ്ധ സംഘടനകൾ അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം തീർച്ചയായിട്ടും സർക്കാർ ഈ ഒരു ദുരന്ത നിവാരണ പ്രക്രിയ പൂർത്തിയായാൽ ആദ്യം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കും. മിനിസ്റ്റർ, ഒപ്പം തന്നെ നമ്മൾ കേന്ദ്രത്തിന്റെ സഹായം കാത്തിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വന്നു പോകുകയും കേരളത്തിന് ഉറപ്പുകൾ നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിശദമായ മെമ്മോറാണ്ടമാർ ആവശ്യപ്പെട്ടിരുന്നു. മിനിസ്റ്റർ, ആ വിശദമായ മെമ്മോറാണ്ടത്തിൽ നമ്മൾ ആദ്യം നൽകിയിട്ടുള്ളൊരു റഫ് ഉണ്ടല്ലോ, അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കേരളത്തിന്റെ കൺസേൺ ആയി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ തുടർച്ചയായിട്ട് ഈ മെമ്മോറാണ്ടത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതൊരു ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിനുണ്ടായ യഥാർത്ഥത്തിലുള്ള നഷ്ടം കണക്കുകളിൽ മാത്രമല്ല നേരിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും ഇവിടെ എത്തിച്ചേർന്ന കേന്ദ്ര തല ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും മുമ്പിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ സമർപ്പിക്കുന്ന മെമ്മോറാണ്ടം ആക്ച്വൽസ് ആണ്. സാധാരണ നിലയിൽ ആ സംഭവം ഉണ്ടായി ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കൊടുക്കാനാവുക പ്രാഥമികമായിട്ടുള്ള നഷ്ടങ്ങളാണ്. അത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോ ഓരോന്നിന്റെയും ആക്ച്വൽസ് എടുക്കേണ്ടി വരും. എത്ര കൃഷി നഷ്ടപ്പെട്ടു, എത്ര കെട്ടിടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര കാലികളെ നമുക്ക് നഷ്ടപ്പെട്ടു, ഇങ്ങനെ തുടങ്ങി എത്ര തൊഴിൽ നഷ്ടപ്പെട്ടു, ഇങ്ങനെ തുടങ്ങി എത്ര കടകൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നഷ്ടങ്ങളുടെ ആക്ച്വൽസ്, ക്യാമ്പുകൾ സംഘാടനത്തിന്റെ ആക്ച്വൽസ്, ഡബ്രി നീക്കം ചെയ്യുന്നതിന്റെ ആക്ച്വൽസ്, നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള പുനർനിർമ്മാണത്തിന്റെ സാധ്യതകൾ, ഇതെല്ലാം കൃത്യതയോടുകൂടി പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ തന്നെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും കൃത്യമായ അവലോകനം നടത്തി അത് തയ്യാറാക്കി വരികയാണ്. 5-10 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ദുരന്തത്തിന്റെ വ്യാപ്തി, ദുരന്തവുമായി ഉണ്ടായ പൊതുവായ നഷ്ടം, അതിന്റെ അണാപ്പൈ വെച്ചിട്ടുള്ള കണക്ക് മാത്രമേ മെമ്മോറാണ്ടത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ പൊതുവായ സ്ഥിതി അത് കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ദേശീയ ദുരന്തത്തിന്റെ സ്വഭാവത്തിൽ ദുരന്തത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 4 തരത്തിലാണ് ഡിസാസ്റ്റർ ആക്ടിൽ. L0, L1, L2, L3. അതിൽ ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ എന്ന് പറയപ്പെടുന്ന L3 എന്ന വിഭാഗത്തിലേക്ക് കേരളത്തെ പെടുത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പെടുത്തിയാൽ STRF മുഖാന്തരം തന്നെയുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകാൻ കഴിയും. അപ്പോ ആദ്യഘട്ടത്തിൽ ഇത്തരം ചില ആശ്വാസ കാര്യങ്ങൾ ലഭ്യമാകും. മെമ്മോറാണ്ടത്തിന് അധിക സമയമേ വേണ്ട, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന. ഇപ്പോ നമ്മളാണെങ്കിൽ ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ കണ്ടതുപോലെ തലപ്പാടി കോളേജിൽ ഉൾപ്പെടെ കോളേജ് വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഓരോ ടീമിന്റെയും സഹായികളാക്കി നിർത്തി ഓരോ ചെറിയ കേന്ദ്രങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ, ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൃത്യമായ അവലോകനം ചെയ്തു പോകുന്നുണ്ട്. LSTD, PWD അതുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുന്നുണ്ട്. കൃഷി ഉദ്യോഗസ്ഥന്മാരും മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ ആക്ച്വൽസ് നമുക്ക് സമർപ്പിക്കാം. പക്ഷേ തീർച്ചയായും നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കാക്കുന്നത് ഏതു വിധത്തിലുള്ള ദുരന്തമായി ഇതിനെ പരിഗണിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ പരിഗണനയിൽ ഓരോന്നിനും STRFന്റെ ചട്ടമനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള ആനുകൂല്യങ്ങളായിരിക്കും ലഭിക്കുക. അപ്പൊ ഇതിനെ ഒരുപക്ഷെ ഇന്ത്യയും കേരളവും കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി കാണുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടാകണം. അതിനു മുമ്പായി ആ ദുരന്തത്തെ L3 വിഭാഗത്തിൽ പെടുത്തി കാണാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാകണം. വളരെ നന്ദി മിനിസ്റ്റർ. റവന്യൂ മന്ത്രി കെ രാജനാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കൂടിയാണ്. ഡോക്ടർ കെ എസ് സജ്ജൻകുമാർ, കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിജ്ഞാപനം വരുമ്പോൾ അത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു, സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതിൽ ആ പട്ടികയിൽ കേരളത്തിലെ 131 വില്ലേജുകളാണ് ഉൾപ്പെട്ടിരുന്നത്. നമ്മൾ ഈ പശ്ചിമഘട്ട സംരക്ഷണം, പശ്ചിമഘട്ട മേഖല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ തരംതിരിവുണ്ടല്ലോ, അത് ഇത്തരത്തിൽ വില്ലേജുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണോ അതിനെ തരംതിരിക്കേണ്ടത്? അതാണോ അതിന്റെ ശാസ്ത്രീയമായ ഒരു സമീപനം? അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള ചില അഭിപ്രായങ്ങൾ ആ ഘട്ടത്തിൽ കേട്ടിരുന്നു. വയനാട്ടിലെ കൂടി ചില വില്ലേജുകളും പഞ്ചായത്തുകളൊക്കെ ഇതിന്റെ പരിധിയിലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ചോദ്യം. അസിത, അത് പറയുന്നതിന് മുമ്പ് ഇപ്പം ശ്രീ റെജി ലൂക്കോസും അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പല ശൃംഖലയിലും ഇരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നതുകൊണ്ട് പറയാം. നമ്മളിപ്പം എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ക്യാമ്പിൽ നിന്നും കാണുന്നത്. നമുക്ക് ഈ കാഴ്ചകളല്ല കാണേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സഹതാപത്തോടെയോ അല്ലെങ്കിൽ അനുകമ്പയോടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹസ്തങ്ങൾ നീട്ടുകയല്ല വേണ്ടത്. നമുക്കിത് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? കേരളത്തിൽ ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടലും പ്രളയം വരുന്നതുകൊണ്ട് അതിനുവേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്റർ ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്.
നമുക്ക് റിസർച്ച് ഈസ് എ ബേസിക് തിങ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. വി നീഡ് എ വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്ക്ലൂസീവ്ലി ഡിവോട്ടഡ് ഫോർ നാച്ചുറൽ ഹസാർഡ് സ്റ്റഡീസിൽ വിത്ത് ഗുഡ് ഫണ്ടിങ്. പൈസ ഇല്ലാതെ വെറും സെൻറ്റർ തുടങ്ങി വെച്ചിട്ട് കാര്യമില്ല. നമുക്കിന്നൊരു ഡ്രോൺ വാങ്ങിയിട്ട്, ഡ്രോൺ ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ കല്യാണ ഇതിൽ വരെ ഡ്രോൺ ഉണ്ട്, പക്ഷേ സയൻറ്റിഫിക് സ്റ്റഡി ഇപ്പം നമ്മുടെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഫുൾ ക്ലിയർ ഫുട് പ്രിൻ്റ് നമുക്കില്ല. ഈവൻ നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റ് എടുത്ത ഉപഗ്രഹ ചിത്രം തന്നെ നമുക്ക് അവൈലബിൾ അല്ല. ശാസ്ത്ര സമൂഹത്തിന് അവൈലബിൾ അല്ലാത്ത കാര്യത്തിന് നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ഇത് കണ്ടുകൊണ്ടും അടികൊണ്ടും ഇടികൊണ്ടിട്ടും നമ്മൾ വീണ്ടും സഹതപിച്ച് ഇങ്ങനെ ഒത്തൊരുമയോടെ കൂടി കഴിയുന്നതിലല്ല കാര്യം. നമുക്ക് നല്ലൊരു റിസർച്ച് സെൻറ്റർ വേണം. അതിന് ഈ മെമ്മറാണ്ടം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. കാരണം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആകരുത്. കാരണം സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ഒരു ദേശീയ തലത്തിൽ വരാൻ നേരത്തെ അതിനെ കണക്കാക്കില്ല. അപ്പം കേരളത്തിനെ മാത്രം ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് സെൻറ്റർ അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള യു ഹാവ് ടു പമ്പ് മണി എന്നേ ഞാൻ പറയും, അല്ലാതെ ചുമ്മാ തുച്ഛമായിട്ടുള്ളതല്ല. വിത്ത് ഓൾ സോഫിസ്റ്റിക്കേറ്റഡ് ഗാഡ്ജറ്റ്സ് എല്ലാം ഉള്ള ഒരു ഇത് വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ജീവനാണല്ലോ ഏറ്റവും വലുത്. മനുഷ്യർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ അസിത ചോദിച്ച ചോദ്യത്തിലോട്ട്. നമുക്കിതൊക്കെ പറയാനും കേൾക്കുവാനൊക്കെ ഭയങ്കര രസമാണ്. എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി, നമുക്കിതൊക്കെ ചെയ്യാം, ഇത്ര ഗ്രാമങ്ങൾ ഇതിലൊക്കെ. നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കണക്കാക്കണ്ടേ? എവിടെ പോയി താമസിക്കും മനുഷ്യർ? നമുക്ക് താമസിക്കേണ്ട സ്ഥലം വേണ്ടേ? അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കാനും പറയാനും ഒക്കെ രസമാണെങ്കിലും നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ ഭൂമി. നമുക്ക് അതിനെ എങ്ങനെ ഇണചേർന്ന്, നേരത്തെ പറഞ്ഞ ലീവ് വിത്ത് ദ ഡിസാസ്റ്റർ എന്ന മോഡലിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഒന്നുകൂടെ തിരുത്തി പറയാം, ഈ ഭൂകമ്പത്തോടോ അല്ലെങ്കിൽ പ്രളയത്തോടോ അനുബന്ധിച്ച് ചേർന്നുണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ അല്ല ഉരുൾപൊട്ടൽ. ഒരു സാധനം, ഒരു മലയൊക്കെയാണ് ഒരു കെട്ടിടത്തിൽ വന്ന് താമസിക്കുന്നത്. അവിടെ എന്ത് റെസിസ്റ്റൻറ്റുമല്ല. അവിടെ നമ്മൾ ഉരുൾപൊട്ടലിന് മാത്രം ഒരു ഏർലി വാർണിംഗ് വഴി മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റൂ. അല്ലാതെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഇല്ല. ഇറ്റ് ഈസ് ടഫ്. നമുക്ക് കുഞ്ഞു മണ്ണിടിച്ചിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തടയാൻ പറ്റും. അല്ലാതെ വലിയ ഇതേ കണക്കുള്ള വയനാടിലുള്ള ഇതിലൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് നല്ലൊരു ലാൻഡ് യൂസ് പോളിസി കൊണ്ടുവരിക. ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളും ഉരുൾപൊട്ടൽ ഒഴുകി വന്ന പാതകളെയും നമ്മൾ അവഗണിച്ച് കൊണ്ടിട്ടുള്ള നല്ലൊരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ കേരളം നമുക്കൊരു സീറോ ഇമ്പാക്റ്റ് ഉള്ള ഒരു നാച്ചുറൽ ഹസാർഡ് ഇമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ശ്രീ റെജി ലൂക്കോസ്, കേന്ദ്രത്തിനൊപ്പം കേരളത്തിന്റെ ഇടപെടലുകൾ നമ്മൾ ഈ നിലയിൽ, അത് ഈ ദുരന്തത്തെ ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി ഒരുപാട് മുന്നോട്ടുള്ള ചുവടുകൾ എന്ന നിലയിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. കേരള സർക്കാരിന്റെ ഇടപെടലും ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിച്ചു. തീർച്ചയായും ഡോക്ടർ പറഞ്ഞ അതിനോട് ഞാനും യോജിക്കുന്നു. ഒരു നല്ലൊരു കാലാവസ്ഥ പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന റിസർച്ച് സെൻറ്റർ കേരളത്തിൽ അത് അനിവാര്യമാണ്. കേന്ദ്ര സർക്കാരാണ് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്നും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അമേരിക്കൻ കാലാവസ്ഥാ ഏജൻസികളുടെ നിർദ്ദേശങ്ങളും അവരുടെ പ്രൊഡിക്ഷൻസാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടാത്തില്ല. ഓഖി അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഓഖിയിൽ 12:30 ഓഖി അടിച്ചപ്പോൾ 12:30 ഇത് പ്രവചിച്ചാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ അന്ന് കള്ളം പറഞ്ഞു. അന്നൊക്കെ ഞാൻ ചാനൽ ചർച്ചകളിലുണ്ട്. അന്നൊക്കെ വെബ്സൈറ്റിൽ കയറി നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഓഖി അടിച്ചതിന് ശേഷമാണ് അവരുടെ മുന്നറിയിപ്പ് വരുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വയനാട് ദുരന്തത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തക്ക രീതിയിൽ ഈ സംസ്ഥാന സർക്കാരുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുണ്ട്. പാർലമെന്റിൽ പറഞ്ഞു ഓൾറെഡി തന്നെ പ്രഡിക്റ്റ് ഈ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകി എന്നുള്ളൊരു പച്ച നുണയാ. അന്നത്തെ നമുക്ക് ആ സൈറ്റിൽ കയറി അവരെപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് ഇതുണ്ടായതിനു ശേഷം പോലും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. നമ്മൾ കുറ്റപ്പെടുത്തുമല്ല. നേരത്തെ മന്ത്രി രാജൻ പറഞ്ഞ പോലെ തന്നെ അടിയന്തരമായ ഒരു ധനസഹായം പ്രഖ്യാപിക്കണം. ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനോ കൊടുത്തപോലെ 10,000 കോടി രൂപ ഒഴുക്കിയതുപോലെയല്ല ഒരു ദുരന്ത മേഖലകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈയും കെട്ടിയിരിക്കുന്നത്. അവിടെ എന്ത് ദുരന്തമായിട്ടാണ് കൊടുത്തത്? അപ്പോൾ അടിയന്തരമായ ധനസഹായങ്ങൾ വീണ്ടും ഉള്ള പഠനത്തിന് ശേഷം പിന്നീട് കൊടുക്കട്ടെ, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു അടിയന്തര സഹായം കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ സർക്കാർ ഈ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തു. അത് നാളെയും തുടരും, ഒരു തർക്കമില്ല കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, കേരളത്തിൽ 2 സഹമന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ, എന്ത് പ്രയോജനം? കുറേ MP-മാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. എന്ത് പ്രയോജനം? ഇവർക്കെല്ലാം ഒറ്റക്കെട്ടായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് നിവേദനം കൊടുത്തുകൂടെ? കേരളം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ പറഞ്ഞത് എന്താ? നിങ്ങൾ വലിയ പരിഗണന തരണ്ട, കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്നുള്ള പരിഗണന തന്നാമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടും അങ്ങനെ പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള 18ഓളം MP-മാർ അനങ്ങാതിരിക്കുന്നു? അവർക്ക് കേന്ദ്രത്തിൽ അവർക്ക് ഒറ്റക്കെട്ടായിട്ട് പോയി ഞങ്ങൾക്ക് കിട്ടിയ ആവശ്യമുള്ളത് പറയണം. ആരാ മരിച്ചുപോയത്? കേരളത്തിലെ സഹോദരങ്ങളില്ലേ? ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? എന്തിനാണ് പ്രധാനമന്ത്രി ഇത്ര വൈകിക്കുന്നത്? അത് മന്ത്രി രാജൻ പറഞ്ഞ് കറക്റ്റാണ്.
ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സാങ്കേതികത മാത്രമേ ഉള്ളൂ. അടിയന്തര ഘട്ടങ്ങളിൽ സഹായിച്ച ചരിത്രങ്ങൾ ഇന്ത്യയിൽ എത്ര ഘട്ടങ്ങൾ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ പ്രഖ്യാപിച്ചല്ലോ 42 പേര് മരിച്ചത്. നമ്മളിവിടെ ഉടനെ പിറ്റേ ദിവസമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇവിടെയൊക്കെ രാഷ്ട്രീയമല്ല കാണേണ്ടത്. വയനാട്ടിലെ ജനങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇവിടെ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള കേന്ദ്ര സർക്കാരാണ്. ഒരു സംസ്ഥാന സർക്കാരിനൊക്കെ ഒരു പരിധിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത് ചോദ്യം ചെയ്യണം. അത് നമ്മുടെ MP-മാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അവരെന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നുള്ളൊരു ചോദ്യമില്ല ഇവിടെ. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ അവസാന ഘട്ടത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ വയനാട് ഇത്ര വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ആവശ്യം എന്ന നിലയിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വയനാടിന് ഒരു MP ഇല്ല പാർലമെന്റിൽ നിലവിൽ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, KS സജിൻകുമാർ ചർച്ചയിലൂടെ നീളം ചേർന്നതിനൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ, OR കേളു മിനിസ്റ്റർ എന്നിവരും അവർക്കും നന്ദി പറയുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുകയാണ്.